بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. من هو المحقق؟ المحقق എന്ന് പറഞ്ഞാൽ ആരാണ്? الذي حقق التوحيد، يعني أنه لم يشرك بالله شيئا ولم يكن عنده شيء من المعاصي. അള്ളാഹു തആലയോട് ഒരു തരത്തിലുള്ള ശിർക്ക് ചെയ്യാത്തവൻ, ശിർക്കുൻ അക്ബറാകട്ടെ അസ്ഗറാകട്ടെ, അതേപോലെ ഒരു തരത്തിലുള്ള മആസി തിന്മകളും ഇല്ലാത്തവൻ. ആ മർത്തബയിലെത്തിയിട്ടുള്ളവനുള്ള പ്രതിഫലം എന്താണ്? ദുഖൂലുൽ ജന്ന ബിഗൈരി ഹിസാബ്, ബിഗൈരി ഹിസാബ്, ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതാണ്. മുവഹിദ്, മുഹഖിഖ്. ആരാണ് അതിൽ ഉന്നതമായ ദർജയിലുള്ളത്? മുഹഖിഖ്. അതുപോലെ മുവഹിദുകളുടെ മൂന്ന് തബഖാത്തുകൾ നമ്മൾ പറഞ്ഞു. എത്ര തബഖാത്തുകളാണ്? 3. അതിനുള്ള ദലീൽ എന്താണ്? ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. ഒന്നാമത്തെ തബഖാരാണ്, ഒന്നാമത്തെ തട്ടിലുള്ളത് ظالم لنفسه എന്ന് വെച്ചാൽ എന്താണ്? ليس عنده شرك أكبر أو الذي سلموا من الشرك، الذين سلموا ഷിർക്കിൽ നിന്ന്, അതായത് ഷിർക്കുൻ അക്ബറിൽ നിന്ന് സുരക്ഷിതരായവർ, പക്ഷേ മറ്റ് തിന്മകളിൽ നിന്ന്, ദുനൂബുകളിൽ നിന്ന് എന്തില്ലാത്തവരാണ്? രക്ഷപ്പെടാത്തവരാണ്. വഹും ദ്വാലിമൂൻ ലി അൻഫുസിഹിം. രണ്ടാമത്തെ തട്ടിലുള്ളത് അൽ മുഖ്തസിദ്. മുഖ്തസിദൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ഫഅലുൽ വാജിബാത്ത്, വാജിബായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ തറക്കുൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും എന്നാൽ ചില മക്രൂഹായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും മുസ്തഹബായ കാര്യങ്ങൾ ചിലത് ഉപേക്ഷിക്കുകയും ചെയ്തവർ. മൂന്നാമത്തെ വിഭാഗം സാബിഖൂൻ, സാബിഖൂന ബിൽ ഖൈറാത്ത്, ഖൈറായിട്ടുള്ള കാര്യങ്ങളിൽ മുൻകടന്നവർ. അവരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള മുഹഖിഖീങ്ങൾ. അല്ലത്തി സലിമത് മിന ശിർക്കിൽ അക്ബർ വൽ അസ്ഗർ. അതുപോലെ വമിനൽ ബിദഅ, ശിർക്കുൻ അക്ബറിൽ നിന്നും ശിർക്കുൻ അസ്ഗറിൽ നിന്നും ബിദഅത്തുകളിൽ നിന്നും സുരക്ഷിതരായവർ. അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങളും മക്രൂഹായ കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചവർ. അതേപോലെ തന്നെ ചില അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചു. അതേപോലെ ത്വാഅത്തിൽ ഇജ്തിഹാദ് ചെയ്തു. അവരാണ് അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്. വമൻ കാന ബിഹാദിൽ മർത്തബ, ഈ മർത്തബയിലേക്ക് ആരാണുള്ളത്, ഈ മർത്തബയിലെത്തിയിട്ടുള്ളത്, അവനാണ് ഈ പറയുന്ന പ്രതിഫലമുള്ളത്. ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. قال رحمه الله والذين هم بربهم لا يشركون. മുഹഖിഖീങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് والذين هم بربهم لا يشركون. هذا هو تحقيق التوحيد. لا يشركون أبدا شركا أصغر ولا شركا أكبر. والذين هم بربهم لا يشركون شركا أصغر ولا يشركون شركا أكبر. قال رحمه الله عن حسين بن عبد الرحمن السلمي. حسين بن عبد الرحمن السلمي أحد التابعين, താബിഈങ്ങളിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. حسين بن عبد الرحمن. عن حسين بن عبد الرحمن قال: كنت عند سعيد بن جبير
സഈദ് ഇബ്നു ജുബൈർ മിൻ അകാബിരി താബിഈൻ, താബിഈങ്ങളിലെ അക്കാബിറുകളിൽപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം, സഈദ് ഇബ്നു ജുബൈർ. മിൻ അകാബിരി താബിഈൻ ഇൽമൻ വവറഅൻ വഫിഖ്ഹൻ, ഇൽമിന്റെ കാര്യത്തിലും വറ, തഖ്വ, അതുപോലെ ഫിഖ്ഹിന്റെ കാര്യത്തിലൊക്കെ അങ്ങേറ്റം വലിയ പണ്ഡിതനാണ്. താബിഈങ്ങളിൽപ്പെട്ട വളരെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. വഹുവ മിൻ അഫാദിലി തലാമീദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളിൽ ഒരാളാണ് അദ്ദേഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാളാണ്. ഖതലഹുൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി ഖബ്ല അൻ യബ്ലുഗ 50 മിൻ ഉമരിഹി. അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് 50 വയസ്സാകുന്നതിന് മുമ്പ് 45-ാമത്തെ വയസ്സിനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. قال كنت عند سعيد بن جبير فقال أيكم رأى الكوكب الذي انقض البارحة فقلت أنا ثم قلت أما إني لم أكن في صلاة ولكني لضقت قال فما صنعت قلت ارتقيت قال فما حملك على ذلك قلت حديث حدثناه الشعبي قال وما حدثكم قلت حدثنا عن بريدة ابن الحصيب أنه قال لا رقية إلا من عين أو حمى قال قد أحسن من انتهى إلى ما سمع. وهذا الأثر صحيح صححه الألباني في سنن أبي داود. طيب. قال ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുകയാണ്, قال كنت عند سعيد بن جبير, സഈദ് ബിൻ ജുബൈറിന്റെ അടുക്കൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്, فقال أيكم رأى الكوكب الذي انقض البارحة, ഞാൻ ചോദിച്ചു, അല്ല അദ്ദേഹം ചോദിച്ചു, ആരാണ് ഇന്നലെ രാത്രി കൗക്കബിനെ കണ്ടത്? الذي انقض البارحة الذي انقض على الشيطان, ഷൈത്താന്റെ മേലെ എറിയപ്പെട്ട വാൽ നക്ഷത്രം എന്നാണ് അവിടെ ഉദ്ദേശം. അഷിഹാബ് അല്ലെങ്കിൽ കൊള്ളിമീൻ എന്നൊക്കെ പറയും. അഷിഹാബ്, ഷൈത്താനുകൾ ആകാശത്ത് നിന്ന് കട്ടുകേൾക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങൾ കൊണ്ട് അവരെ എറിയും. അതാണ് ഇവിടെ ഉദ്ദേശം. ആ നക്ഷത്രത്തെ നിങ്ങളിൽ ആരാണ് കണ്ടിട്ടുള്ളത്? ഇന്നലെ രാത്രി ആരാണ് കണ്ടത്? فقال أيكم رأى الكوكب الذي انقض البارحة الذي انقض على الشيطان. طيب سؤال, هل يجوز النظر إلى الكوكب إذا انقض على الشيطان? ഷൈത്താനെ എറിയപ്പെട്ടിട്ടുള്ള ആ നക്ഷത്രത്തെ നോക്കുക എന്നുള്ളത് ജായിസാണോ? നോക്കുന്നത് ജായിസാണോ, അനുവദനീയമാണോ? അഷിഹാബ് ഇദാ ഉർസില ഹൽ യജൂസു നദർ ഇലൈ, അതായത് ഈ കൊള്ളിമീൻ അല്ലെങ്കിൽ വാൽനക്ഷത്രം എന്ന് പറയുന്നത് ഷൈത്താൻ എറിയും. അതുകൊണ്ട് ഷൈത്താനിന് എറിയും. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കൽ നമുക്ക് ജായിസാണോ? قال جاء في حديث أبي قتادة في الصحيح المسند عن النبي صلى الله عليه وسلم أمرهم أن يصرفوا أبصارهم, അതായത് അങ്ങനത്തെ ഈ പറയുന്ന നക്ഷത്രങ്ങൾ നോക്കുന്നതിനെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അമറഹും അൻ യസ്രിഫു അബ്സാറഹും, അവരവരുടെ കണ്ണുകളെ, ദൃഷ്ടികളെ, കാഴ്ചകളെ മാറ്റട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖാല നുഹീന അൻ നുത്ബിഅഹു അബ്സാറുന, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതിനെ പിന്തുടരുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിലക്കി.
അല്ലദീ തൻദുറു ഇല ശിഹാബ് മിൻ അവ്വലിഹി ഇലാ ആഖിരി, അതായത് ആകാശത്ത് കൂടെ അത് പോകുമ്പോൾ അതിന്റെ തുടക്കം മുതൽ അത് അവസാനിക്കുന്നത് വരെ അതിനെ കണ്ണുകൾ കൊണ്ട് പിന്തുടരുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുകളെ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയെ അതിൽ നിന്ന് മാറ്റിക്കളയണം. എന്നാൽ ഇവിടെ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്തിനെ സംബന്ധിച്ചിട്ടാണ്? അയ്യുക്കും റഅൽ കൗകബ അല്ലദീ ഖദൽ ബാരിഹ, ഐ അർറുയ ബിദൂൻ തതബ്ബു, ജസ്റ്റ് ആ ഷിഹാബിനെ വാൽനക്ഷത്രത്തെ കാണൽ മാത്രമാണ്, നേരെ മറിച്ച് അതിനെ പിന്തുടരുന്നതിനെ പറ്റിയിട്ടല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് കാണുക എന്നുള്ളത് എന്താണ്? ഒറ്റയടിക്ക് നോക്കുമ്പോൾ കാണുന്നത് ജായിസാണ്, അത് തെറ്റില്ല. പക്ഷേ അതിനെ ഒരാൾ അവന്റെ കണ്ണുകൾ കൊണ്ട് അത് നീങ്ങുന്നതും പോകുന്നതും ഒക്കെ പിന്തുടരുക എന്നുള്ളതാണ് നിരോധിക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കണ്ടതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. അയ്യുക്കും റഅൽ കൗകബ അല്ലദീ ഖദൽ ബാരിഹ അർറുയ ബിദൂൻ തതബ്ബു, അത് അതിനെ പിന്തുടരാതെ ജസ്റ്റ് കാണൽ മാത്രം, അത് യജൂസാണ്. فقلت أنا ثم قلت أما إني لم أكن في صلاة ولكن لدغت. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനാണ് കണ്ടത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലം അകുൻ ഫി സ്വലാത്തിൻ, എന്നാൽ ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല, രാത്രിയിലാണ്, ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല. വലാകിന്നി ലുദിഖ്തു. ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ഇങ്ങനെ പറയും, അതായത് ഞാൻ അതിനെ കണ്ടു, ഈ വാൽ നക്ഷത്രത്തെ ഞാൻ കണ്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല, രാത്രിയിൽ ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അന്നഹു ഖാഫ അൻ യظن الحاضرون അന്നഹു റആഹു വഹുവ യുസല്ലി. അപ്പൊ അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്താണ് അതിനെ കണ്ടത് എന്ന് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്, അമാ ഇന്നി ലം അകുൻ ഫി സ്വലാത്തി, ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല. ഫനഫഅ അൻ നഫ്സിഹി ഇഹാമുൽ ഇബാദ വഹാദാ യദുല്ലു അലാ ഫദ്ലി السلف وحرصهم يدل على حرصهم على الإخلاص وإبعادهم عن الرياء والتزين بما ليس فيهم. ചില ആളുകൾ എന്ത് ചെയ്യും, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഇരുന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ആൾ നല്ല തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാണ് രാത്രി എന്ന് വിചാരിക്കും. അപ്പം ആ സമയത്ത് നമ്മളിൽ ഇല്ലാത്തൊരു സംഗതി, ഒരു ഹൈറായിട്ടുള്ളൊരു സംഗതി, ഒരു ഇബാദത്ത് നമ്മൾ അതിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ആ കാര്യത്തിൽ അവിടെ തൗഫീക്ക് നൽകിയിട്ടില്ല. അത് ജനങ്ങൾ അങ്ങനെ വിചാരിച്ചു പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും, വ്യക്തമാക്കി കൊടുക്കും. അതാണ് ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അമാ ഇന്നി ലം അകുൻ ഫീ സ്വലാ വലാകിന്നി ലുദിഖ്തു. ലുദിഖ്തു എന്ന് പറഞ്ഞാൽ വിഷമുള്ള എന്തിൻ്റെങ്കിലും കുത്തുകൊണ്ടതാണ്, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല ആ സമയത്ത്. ഇതാണ് സംഭവം. ഇപ്പൊ സലഫുകൾ അങ്ങനെയായിരുന്നു, സ്വന്തത്തിന് ഇല്ലാത്തൊരു പിന്നൊരു സംഗതി, ഒരു ഫضല് അവർ സ്വന്തമായിട്ട് സ്വന്തത്തിന് അവകാശപ്പെടുകയില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചു പോകുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം, അമാ ഇന്നി ലം അകുൻ ഫീ സ്വലാ. രാത്രിയിൽ ഞാനിത് കാണുമ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കുമെന്ത്, അദ്ദേഹം നമസ്കാരത്തിലായിരിക്കും, അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കുകയായിരിക്കും, അതുകൊണ്ടാണ് ഉറങ്ങാത്തത്. അല്ല, നേരെ വെച്ച് അദ്ദേഹത്തിന് വിഷമുള്ള എന്തോ കുത്തി, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കാതിരുന്നത്. അപ്പം അങ്ങനെ ഒരു ളന്ന്, ഒരു ഊഹാപോഹം, അദ്ദേഹം ഇബാദത്തിലായിരുന്നു ആ സമയത്തെന്നൊരു ഊഹാപോഹം കേൾക്കുന്ന ആളുകൾക്ക് വന്നു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. അതാണ് സലഫുകളുടെ ഫضൽ. അതേപോലെ തന്നെ അവരുടെ ഇബാദത്തിലുള്ള ഇഖ്ലാസ്, റിയായിനെ തൊട്ട് അവരെ എന്തുമാത്രം ഭയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ അവരിൽ ഇല്ലാത്തൊരു കാര്യം അവരിൽ ഉള്ളതായിക്കൊണ്ട് ആരെങ്കിലും വിചാരിച്ചു പോകുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടിരുന്നു.
قال الله تعالى لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. സൂറത്തുൽ ആലി ഇംറാൻ അല്ലാഹു തആല പറയുന്ന ഒരായത്ത്, ലാ തഹ്സബന്ന അല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, തങ്ങൾ ചെയ്തതിൽ സന്തോഷം കൊള്ളുകയും തങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ സന്തോഷം കൊള്ളുകയും അതേപോലെ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, തങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വിഭാഗം അവരാരാണ്? മുനാഫിഖീങ്ങളാണ്. അപ്പം അത് മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരു വ്യക്തി ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ അവൻ സ്വയം പുകഴ്ത്തപ്പെടാൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ് വലഹും അദാബുൻ അലീം. അല്ലാഹു തആല പറഞ്ഞു, അവർ ശിക്ഷയിൽ നിന്ന് മുക്തരായിട്ടുള്ള അവസ്ഥയിലാണെന്ന് നീ വിചാരിക്കണ്ട, അവർക്കാണ് കഠിനമായ വേദനയേറിയ ശിക്ഷയുള്ളത്. അപ്പം ആ ഒരു സിഫത്ത് മുനാഫിഖീങ്ങളുടെ സിഫത്താണ്. ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരു വ്യക്തി പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. അന്നഹും യുഹിബ്ബൂന യഹ്മദഹുമുൻ നാസ് ബിമാ ലൈസ ഫീഹിം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് മറ്റൊരു ഫായിദ, അന്നൽ ഇൻസാൻ യുഖ്ഫി അമലഹു സാലിഹ്, അവന്റെ സാലിഹായിട്ടുള്ള ഒരു അമലിനെ രഹസ്യമാക്കി വെക്കണം ഒരു മനുഷ്യൻ. ഞാൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇതിനെ കണ്ടത്. അല്ല, തന്റെ സ്വാലിഹായ അമലിനെ രഹസ്യമാക്കി വെക്കണം. വഇദാ ظن فيه أنه يعمل عملا صالحا ولا يعمل ذلك فلا يتشبه بما لم يعطى. ഇനി അങ്ങനെ സംസാരത്തിൽ ആരെങ്കിലും താൻ ചെയ്യാത്തൊരു പ്രവൃത്തി താൻ ചെയ്തതായിട്ട്, അത് സ്വാലിഹായിട്ടാണ് അമലു സ്വാലിഹ് ചെയ്തതായിക്കൊണ്ട് ആരെങ്കിലും ഊഹിക്കപ്പെടും എന്നവൻ ഭയപ്പെടുകയാണെങ്കിൽ അവൻ വ്യക്തമാക്കട്ടെ, لا يتشبه بما لم يعطى. فلما ظن حسين بن عبد الرحمن أن سعيد بن جبير سيظن أنه كان يصلي في الليل ويقوم الليل فبين له من أجل ألا يتشبه بما لم يعطى. فأولا حسين بن عبد الرحمن നമസ്കരിക്കുന്ന അതായത് അദ്ദേഹം അങ്ങനെ ഊഹിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആര്? സഈദ് ബിൻ ജുബൈർ ഭയപ്പെട്ടപ്പോൾ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന ആളാണെന്ന് ആ സമയത്ത് എന്താണ് വിചാരിച്ചു പോകും. അപ്പൊ ബയാൻ ചെയ്തു. ഇല്ലെങ്കിൽ ആ നിലക്ക് തനിക്ക് നൽകിയിട്ടില്ലാത്തൊരു കാര്യം, നൽകപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം താൻ ചെയ്തതായിക്കൊണ്ട് അദ്ദേഹം വിചാരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുണ്ട്. قال أما إني لم أكن في صلاة ولكني لدغت. اللدغ هي ما يكون من العقرب والثعبان. അതായത് ലദ്ഗ എന്ന് പറഞ്ഞാൽ ഈ തേള്, അതുപോലെ പാമ്പ്, അതുപോലെ വിഷമുള്ള ജീവികളിൽ നിന്ന് ഏൽക്കുന്ന കുത്ത്, കടി, അതിനാണ് ലദ്ഗ എന്ന് പറയാം. വലാകിന്നി ലുദിഖ്തു ഇസാബത്ത് ذات السموم من الأقارب ونحوها. പാമ്പ്, അതുപോലെ തേള്, അതുപോലെ തന്നെ വിഷമുള്ള തേനീച്ച, കടന്നല്, അതിനൊക്കെ കുത്തേക്കുന്നു. ഇതിനാണ് ലദ്ഗ എന്ന് പറയുന്നത്. വിഷമുള്ളതിന്റെ കുത്ത് ലദ്ഗ. طيب قال فما صنعت. അത് എന്നിട്ട് നീ എന്താണ് ചെയ്തത്? ഇതിന് കുത്തേറ്റിട്ട് നീ എന്താണ് ചെയ്തത്? فقال أو قلت ارتقيت. അത് ഞാൻ റുഖിയ ചെയ്തു. قال فما حملك على ذلك. അങ്ങനെ റുഖിയ ചെയ്യാൻ നിനക്ക് എന്താണ് പ്രേരണയായത്? അതിന്റെ തെളിവെന്താണ്? എന്താണ് അതിന്റെ ദലീൽ എന്ന് അദ്ദേഹം ചോദിച്ചു. ഫീഹി ത്വലബ് അൽ ഹുജ്ജ വദ്ദലീൽ. ഒരു കാര്യം, ഒരു അമല് അല്ലെങ്കിൽ ഒരു കൗല്, അത് പ്രവർത്തിക്കാനുള്ള തെളിവെന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള തെളിവെന്താണ് എന്ന് അന്വേഷിക്കുക എന്നുള്ളത് സലഫുകളുടെ രീതിയായിരുന്നു.
قلت حديث حدثناه الشعبي. الشعبي ഇമാം അശ്ശഅബി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഹദീസാണ് അതിനുള്ള തെളിവ്. الشعبي هو عامر بن شراحيل الشعبي رحمه الله. عامر بن شراحيل الشعبي رحمه الله وكان إماما في الفقه والحديث. അദ്ദേഹം ഫിഖ്ഹിലും ഹദീസിലും ഒക്കെ ഇമാമായിരുന്നു. قال ما كتبت سوداء على بيضاء. അദ്ദേഹം പറഞ്ഞു ما كتبت سوداء على بيضاء. വെളുത്തതിൽ ഞാനൊരു കറുത്തത് എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അദ്ദേഹം കടലാസിൽ എഴുതിയിട്ടില്ലായിരുന്നു. ഹദീസും ഫവായിദുകളൊന്നും കടലാസിൽ എഴുതുമായിരുന്നില്ല. يعني أنه ما كتب حديثا في ورقة وإنما كان إذا سمع الحديث والفائدة حفظها. ഹദീസും ഫായിദയും കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം ഹിഫ്ള് ചെയ്യും. وهذا من فضل الله على بعض السلف. ചില സലഫുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഫضലാണത്. أنه كان عنده حفظ عظيم وذلك لما وعد الله من حفظ هذا الدين. إنا نحن نزلنا الذكر وإنا له لحافظون. ചില സലഫുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഫضലാണ് അവരുടെ അങ്ങേയറ്റത്തെ ഹിഫ്ള്, അതിന്റെ ഖുവത്ത്. എന്നാൽ എല്ലാവർക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല, ചില സലഫുകൾക്ക് മാത്രം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്ര വഇന്നാ ലഹു ലഹാഫിദൂൻ. അദ്ദേഹം ഇമാം അശ്ശഅബി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഈ തേള് അല്ലെങ്കിൽ വിഷമുള്ള ജീവികൾ കുത്തിക്കഴിഞ്ഞാൽ റുഖ്യ ചെയ്യാനുള്ള തെളിവായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഖാല വമാ ഹദ്ദസകും, എന്താണ് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസ് എന്താണ്? ഖുൽതു ഹദ്ദസനാ അൻ ബുറൈദ ഇബ്നുൽ ഹസീബ് റളിയല്ലാഹു അൻഹു. ബുറൈദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണേറാണ്. കണ്ണേറിൽ നിന്നും ഹുമയിൽ നിന്നുമല്ലാതെ റുഖിയയില്ല. ഈ രണ്ട് കാര്യത്തിനു വേണ്ടിയല്ലാതെ റുഖിയ ഇല്ല. ഇതാണ് അതിന്റെ ളാഹിറായിട്ടുള്ള അർത്ഥം. ഹുമ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഷ ജീവികളിൽ നിന്ന് ഏൽക്കുന്ന വിഷം, ആ കുത്തുകൊണ്ട് ഏൽക്കുന്ന വിഷം, തേള്, പാമ്പ്, അതുപോലെയുള്ളത്, അതാണ് ഹുമ. الإبرة التي تضرب بها العقرب والزنبور ونحوهما. തേനീച്ച, തേള്, കടന്നല്, അതുപോലെ പാമ്പ്, അങ്ങനെ വിഷമുള്ള ജീവികൾ നിൽക്കുന്നതാണ്. ആ വിഷത്തിനാണ് ഹുമ എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ റുഖിയയില്ല. ഇതാണ് ഹദീസായിട്ട് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. هذا صححه إمام الألباني في سنن أبي داود. والمعنى لا رقية إلا من عين أو حمى. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ റുഖിയയില്ല എന്നതിന്റെ അർത്ഥം ലാ റുഖിയത അതം വ അക്സറു നഫ്അൻ. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ടുള്ള റുഖിയ ഈ രണ്ട് കാര്യങ്ങൾക്കാണെന്നാണ് അർത്ഥം. ഈ രണ്ട് കാര്യങ്ങളിലാണ് റുഖിയ ഏറ്റവും കൂടുതൽ ഫലപ്പെടുക, ഉപകാരപ്പെടുക. നേരെ മറിച്ച് അതിന്റെ അർത്ഥം എന്തല്ല, മാ യജൂസു ലക്കാൻ തർതഖി ഇല്ലാ മിനൽ ഐൻ അവൽ ഹുമ. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ നിനക്ക് റുഖിയ ചെയ്യൽ ജായിസല്ല, അനുവദനീയമല്ല എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരം ഫലപ്രദമായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾക്ക് റുഖിയ ചെയ്യുമ്പോഴാണ്. فلا رقية أتم وأكثر نفعا إلا من عين أو حمى.
هكذا فهم حسين بن عبد الرحمن. طيب. قال العلماء هذا من باب التأكيد لا من باب الحصر. അതായത് റുഖ്യ എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ബാബിലല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നേരെ മറിച്ച് തഅക്കീദിന്റെ ബാബിലാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ റുഖ്യ ഫലപ്രദമാകുക എന്നുള്ള ബാബിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഫർറുഖ്യ തൻഫഉ മിൻ ഗൈരിൽ ഐൻ വൽ ഹുമ വമിൻ സായിരിൽ അംറാദ്. മറ്റു രോഗങ്ങൾക്ക്, ഈ രണ്ട് രോഗങ്ങളല്ലാത്ത മറ്റു രോഗങ്ങൾക്കും റുഖ്യ ഫലപ്രദമാണ്. വലാകിൻ അൻഫഅ മാ യുഷ്ഫാ ബിർറുഖ്യ ഹാദാനിൽ മറദാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ ഷിഫക്ക് ഉപകാരപ്പെടുന്ന ഫലപ്രദമായിട്ടുള്ളത് ഈ രണ്ട് രോഗങ്ങൾക്കാണത് റുഖ്യ. അമ്മൽ ഐൻ ഫഹിയ ഇസാബത്തുൽ ഐൻ ഗൈറഹു ബിഐനിഹി. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണേർ എന്ന് പറഞ്ഞാൽ ഇസാബത്തുൽ ഐൻ, ഈ കണ്ണേർ ആരുടെ കണ്ണേറാണോ അതുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് അതുകൊണ്ടെന്താണ് ബാധിക്കുന്നതാണ്. ഐന് ബാധിക്കുക മറ്റൊരാളുടെ കണ്ണുകൊണ്ട്. വൽ ഐനു ഹഖുൻ, വൽ ഐനു ഹഖുൻ. طيب. ثم قال قد أحسن من انتهى إلى ما سمعه، أي من أخذ بما بلغه من العلم وعمل به فقد أحسن. قد أحسن من انتهى إلى ما سمع എന്നുവെച്ചാൽ എന്താണ്? قد أحسن من أخذ بما بلغه من العلم وعمل به. ആരുടെ അടുക്കൽ അവൻ ഇൽമ് എത്തിച്ചേർന്നോ എന്നിട്ട് അതുകൊണ്ട് അവൻ അമൽ ചെയ്തോ ഫഖദ് അഹ്സന, അവൻ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു. ഈ ഹദീസ് അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്നു, ഹദീസ് കൊണ്ട് അദ്ദേഹം അമലും ചെയ്തു. ഖദ് അഹ്സൻ മൻ ഇൻതഹ ഇലാ മാ സമിഅ മൻ അഖദ ബിമാ ബലഗഹു മിനൽ ഇൽം വഅമില ബിഹി ഫഖദ് അഹ്സൻ ഖിലാഫൻ മൻ യഅമൽ ബിജഹൽ ഔ ലാ യഅമൽ ബിമാ യഅലം. അറിവില്ലാതെ പ്രവർത്തിക്കുക, അറിവുണ്ടായിട്ടും പ്രവർത്തിക്കാതിരിക്കുക, അതിന് ഖിലാഫായിക്കൊണ്ട് അറിവെത്തി ആ അറിവ് കൊണ്ട് അവൻ പ്രവർത്തിച്ചു എങ്കിൽ അവൻ എന്താണ്? ഏറ്റവും നന്നായി പ്രവർത്തിച്ചു. നേരെ മറിച്ച് അറിവുണ്ടായിട്ടും അമൽ ചെയ്യാതിരിക്കുക, അറിവില്ലാതെ അമൽ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഫഹുവ മുസീഉൻ ആസിം, അവൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്. ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഫളീലത്തു ഇൽമി സലഫ് വഹുസ്നു അദബിഹിം, സലഫുകളുടെ ഇൽമിന്റെ ശ്രേഷ്ഠത, ആ ഇൽമ കൊണ്ട് അവർ അമൽ ചെയ്തത്, അവരുടെ ഈ കാര്യത്തിലുള്ള അദബ്, അതെല്ലാം. ഇനി ഈ തൗഹീദിന്റെ ഭാവമായി കൊണ്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ബാബു മൻ ഹഖഖ തൗഹീദ്, അതുമായിട്ട് എങ്ങനെയാണ് ഈ ഹദീസിന് ബന്ധം? ഖാല ഹുനാക സലാസു മറാത്തിബ്, അതായത് റുഖിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അതിന് 3 മർത്തബകളാണ്. ഒന്ന്, തനിക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടുക. അങ്ങനെ തനിക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അതിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു, തൗഹീദിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു. തഹ്ഖീഖ് തൗഹീദ് എന്നുള്ളത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് ഒന്നാമത്തെ മർത്തബ. രണ്ടാമത്തത് അല്ലാ യംന മാ യർഖി, തനിക്ക് റുഖിയ ചെയ്യുന്നവനെ തടയാതിരിക്കുക. ഒരാള് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തിരിച്ചെന്താണ് വന്നിട്ട് ഒരാൾ റുഖിയ ചെയ്തു, അങ്ങനെ റുഖിയ ചെയ്യുന്ന ആ സമയത്ത് അവനെ അതിനെ തടയാതിരിക്കുക എന്നുള്ളത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ നിന്ന് യാതൊന്നും തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല. തൗഹീദിന്റെ പൂർണ്ണതയിൽ നിന്നത് യാതൊന്നും തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല. മൂന്നാമത്തത് അൻ യംനഅ മാ യർഖി, തനിക്ക് റുഖിയ ചെയ്യുന്നവനെ തടയുക.
വഹാദ ഖിലാഫു സുന്ന, ഹാദ ഖിലാഫു സുന്ന, അത് സുന്നത്തിനെതിരാണ്. فإن النبي صلى الله عليه وسلم لم يمنع عائشة رضي الله عنها عن ترقها. ആയിഷ റളിയല്ലാഹു അൻഹായെ തനിക്ക് റുഖ്യ ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ല. വകദാലിക സ്വഹാബത്തു ലം യംനഉ അഹദൻ അൻ യർഖിയ. സ്വഹാബികൾ ആരും തന്നെ റുഖ്യ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ തടഞ്ഞിട്ടില്ല. ലിഅന്ന ഹാദാ ലാ യുഅസ്സിറു ഫി തവക്കുൽ, തവക്കുലിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നതല്ല അത്. ഒരു വ്യക്തി മറ്റൊരാളോട് തനിക്ക് വേണ്ടി റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് തൗഹീദിന്റെ കമാലിനെ നഷ്ടപ്പെടുത്തുന്നതാണ്, തൗഹീദിന്റെ പൂർണ്ണതയെ നഷ്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ തനിക്ക് വേണ്ടി ആരെങ്കിലും റുഖ്യ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവനെ തടയാതിരിക്കുക. അങ്ങനെ തടയാതിരുന്നാൽ അത് അവന്റെ പൂർണ്ണതയെ, തൗഹീദിന്റെ പൂർണ്ണതയെ യാതൊരു മാറ്റവും വരുത്തുന്നതല്ല. ഈ മൂന്നാമത്തത് എന്താണ്, റുഖ്യ ചെയ്യുന്നവനെ ആ കാര്യത്തിൽ നിന്ന് തടയുക എന്നുള്ളത് സുന്നത്തിന് എതിരാണ്. ഇവിടെ തൗഹീദിന്റെ പൂർണ്ണത, അതിന്റെ കമാൽ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ്. അദ്ദേഹം സ്വയം റുഖ്യ ചെയ്തു എന്നുള്ളതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പൊ അതെന്താണ്, തൗഹീദിന്റെ ആ തഹ്ഖീഖു തൗഹീദ് എന്നുള്ള ബാബില് വരുന്നതാണ്. അതിന് യാതൊരു മാറ്റവും കോട്ടവും വരുത്തുന്നതല്ല. അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തൗഹീദിന് യാതൊരു കോട്ടവും വരുത്തുന്നതല്ല. طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. من هو المحقق؟ المحقق എന്ന് പറഞ്ഞാൽ ആരാണ്?